തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ യുഡിഎഫിനെതിരെ ഉപയോഗിക്കാൻ എൽഡിഎഫിന് ലഭിച്ച വജ്രായുധമാണ് ബാർക്കോഴ കേസിലെ കോടതി വിധി. ബീഫ് വിവാദത്തിലും ബിജെപി എസ്എൻഡിപി സഖ്യത്തിലും ഒതുങ്ങിനിന്ന പ്രചാരണം ഒടുവിൽ ബാർക്കോഴ കേസിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുകയാണ്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടത്തിൽ ദിശതെറ്റിയ ഇടതുമുന്നണിക്ക് ഇനി സധൈര്യം സർക്കാരിനെതിരെ ആഞ്ഞടിക്കാം. മന്ത്രിസഭ ഒന്നടങ്കം രാജിവെക്കേണ്ട അവസ്ഥയാണ് കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് എൽഡിഎഫിന്റെ വാദം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ അടിമുടി ബാർക്കോഴ കേസ് വിധി ഉപയോഗിക്കാനും എൽഡിഎഫ് ഒരുങ്ങുകയാണ്. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരും ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള അർഹത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ കേസ് സമ്പൂർണ്ണമായി അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വേളയിൽ ഇത്തരമൊരു വിധി യുഡിഎഫ് പ്രതീക്ഷിച്ചിരുന്നില്ല. വിധി തിരിച്ചടിയായതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇതിനെ നേരിടാൻ യുഡിഎഫ് ഏറെ പണിപ്പെടേണ്ടി വരും. എന്നാൽ കോടതി വിധി തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നാണ് യുഡിഎഫ് നേതൃത്വത്തിന്റെ ആദ്യ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് ഇതും ആർക്കോഴയും സോളാറും ഇതെല്ലാം പറഞ്ഞിട്ടല്ലേ അരുക്കര ഇലക്ഷൻ ഉണ്ടായി. യുഡിഎഫ് സ്ഥാനാർത്ഥി പാട്ടും പാടി ജയിച്ചില്ലേ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഇനി മുഖ്യമായും ഉയർന്നു കേൾക്കുക ബാർക്കോഴ കേസിലെ കോടതി വിധിയായിരിക്കും. ആക്രമിക്കാൻ എൽഡിഎഫും പ്രതിരോധിക്കാൻ യുഡിഎഫും ഒരുങ്ങുമ്പോൾ രൂക്ഷമായ ആരോപണ പ്രത്യാരോപണങ്ങൾക്കാവും കേരളം സാക്ഷിയാവുക. തിരുവനന്തപുരത്തും കെ സജീഷ്, മീഡിയ 1.